ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ സർവ്വബാലുവായ ദൈവം എന്നെ ശക്തീകരിച്ചതിന് എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതായ പാസ്റ്റർ ബി ഒ വർഗീസിനും സഭയ്ക്കും എക്സിക്യൂട്ടീവ്സിനും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അല്പസമയത്തെ ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് നമ്മുടെ ശ്രദ്ധയെ 2 ശമൂവേലിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും അതിൻ്റെ 3-ാമത്തെ വാക്യം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തനായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ഇന്ന് ദൈവത്തിന്റെ ദയയെക്കുറിച്ച് അല്പസമയം സംസാരിപ്പാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇത് വളരെ ആഴമുള്ള ഒത്തിരി ഗഹനമായ വിഷയങ്ങളൊന്നും അല്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈ വിഷയത്തിലൂടെ നമ്മോട് ഇന്ന് രാത്രി സംസാരിപ്പാനുണ്ട് എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇവിടെ ദാവീദ് രാജാവ് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. ഇവിടെ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ട് അറിയാം. എങ്കിലും അല്പം ഈ വേദഭാഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ പരിശോധിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദാവീദിന് ഇവിടെ ദൈവത്തിന്റെ ദയ കാണിക്കണം. ആരോട്? ശൗലിന്റെ കുടുംബത്തോട് കാണിക്കണം. നമ്മളൊക്കെ ആളുകളോട് ദയ കാണിക്കാനായിട്ട് തയ്യാറാകാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ കാണിക്കുന്ന ദയയ്ക്ക് പരിമിതികളുണ്ട്. നമുക്ക് ദയ കാണിക്കാൻ പറ്റുന്നതായ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് മാത്രമേ നാം പൊതുവെ ദയ കാണിക്കാറുള്ളൂ. നമ്മൾ അവരെ വിലയിരുത്തും, അവര് എന്തുമാത്രം ദയക്ക് യോഗ്യരാണ്. എന്നിട്ട് നമ്മളൊരു അളവൊക്കെ വെച്ചിട്ടാണ് ആരെങ്കിലും ഒരു വിധത്തിൽ സഹായിക്കാനായിട്ട് തയ്യാറാകുന്നത്. നമ്മളോട് ശത്രുത കാണിക്കുന്ന വ്യക്തികളെ ഒന്നും അവരെത്ര കഷ്ടപ്പെട്ടാലും നമ്മള് വലിയ കരുണയൊന്നും അവരോട് കാണിക്കാറില്ല. അവരെയൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ നമ്മോട് അല്പം സ്നേഹവും അല്ലെങ്കിൽ നമ്മളോട് യാതൊരു ദോഷവും ചെയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിലും നമ്മൾ അല്പം ദയൊക്കെ കാണിക്കാനായിട്ട് തയ്യാറാകും. പിന്നെയും അവരോട് ദയ കാണിച്ചാൽ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ഒക്കെ വിലയിരുത്തി ഒക്കെയാണ് നാം പലപ്പോഴും ആളുകളോട് ദയ കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ദാവീദ് രാജാവായ ശേഷം ദാവീദ് തന്റെ രാജ്യത്വം പ്രാപിക്കുന്നതിന് ഏറ്റവും എതിർത്തതായ അല്ലെങ്കിൽ ഏറ്റവും തടസ്സമായി നിന്ന, തനിക്ക് ഏറ്റവും വലിയ ശത്രുവായി പെരുമാറിയത് ശൗൽ എന്ന രാജാവായിരുന്നു. ആ രാജാവിന്റെ കുടുംബത്തിൽ ഒരു വ്യക്തിയോടെങ്കിലും ദാവീദിന് ദയ കാണിക്കണമെന്നൊരാഗ്രഹം. എന്നാൽ ദാവീദ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്തിന്? ദാവീദിന്റെ ദയ കാണിക്കാനായിട്ടല്ല. ദാവീദിന്റെ ദയ കാണിക്കാൻ പോയാൽ ഒരുപക്ഷെ അവിടെ ആരും ജീവിച്ചിരിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ദാവീദ് ഇവിടെ അന്വേഷിക്കുന്നു. അങ്ങനെ യോനാഥാന്റെ മകനായി 2 കാലും മുടന്തനായ മെഫീബോശേത്ത് ഉണ്ടെന്നുള്ള അറിവ് കിട്ടുകയും ദാവീദ് അവനെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രാജാവിന്റെ മേശയിൽ ഭക്ഷണം കഴിക്കുവാൻ തക്ക നിലയിൽ അവനെ ആദരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അല്പം പുറകോട്ട് ഇറങ്ങിയിട്ട് ഈ വേദഭാഗത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇസ്രായേല് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ദൈവം തെരഞ്ഞെടുത്ത, ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടതായ ഒരു സമൂഹമാണ് ഇസ്രായേൽ എന്നുള്ളത്. ഇസ്രായേലിന്റെ അവർ കനാനിൽ കടന്നു വന്ന് ദൈവം അവരെ സമയാസമയങ്ങളിൽ പ്രവാചകന്മാർ മുഖാന്തരവും ന്യായാധിപന്മാർ മുഖാന്തരവും അവർക്ക് ആലോചന പറഞ്ഞു കൊടുത്ത് അവരെ
ഒരു രാജ്യമായി പരിപാലിച്ച് ആ രാജ്യത്തിന് വേണ്ട നിയമങ്ങൾ നൽകി കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തില് ശമൂവേലിന്റെ സമയമായപ്പോൾ ഈ ഇസ്രായേൽ ജനം ശമൂവേലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മറ്റ് ജാതികൾക്കുള്ളതുപോലെ ഞങ്ങളെ വാഴേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഈ ജനം ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പോലുമല്ല. അവർ ആവശ്യപ്പെടുന്നത് മറ്റ് മോവാബ്യരും അമോന്യരും ഫെലിസ്ത്യരും ഈജിപ്ഷ്യരുമായ ജാതീയ രാജ്യങ്ങളെ പോലെ ഞങ്ങൾക്കും ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഒരു രാജാവിനെ കൽപ്പിച്ചു തരണമെന്ന് ഈ ജനം ശമൂവേൽ എന്ന പ്രവാചകനും ന്യായാധിപനുമായ വ്യക്തിയോട് ആവശ്യപ്പെട്ടു. ശമൂവേലിന് അത് വളരെ ദുഃഖമായി തീർന്നുവെങ്കിലും 1 ശമൂവേലിൽ നാം കാണുന്നുണ്ട്, അവർ ശമൂവേലിനോട് ദൈവം പറഞ്ഞു, അവർ നിന്നെയല്ല ഉപേക്ഷിച്ചത്, അവർ എന്നെ അത്രേ ഉപേക്ഷിച്ചത്. ദൈവത്തിന് ഇസ്രായേൽ ജനത്തെ കുറിച്ച് ഒരു പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ദൈവത്തിന് തന്റെ ജനത്തെ കുറിച്ച് പ്രത്യേകമായ ഒരു പ്ലാനും പദ്ധതിയും തന്റെ ഉള്ളിലുണ്ട്. താൻ അവരുടെ രാജാവായിരിക്കണം. ആര്? ദൈവം തന്നെ ഇസ്രായേലിന്റെ രാജാവായിരിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ നിർദ്ദേശവും ദൈവത്തിന്റെ ആജ്ഞയും അനുസരിക്കുന്ന ഒരു സമൂഹമായിരിക്കണം ഇസ്രായേൽ എന്നുള്ളത് ദൈവത്തിന് ഈ ജനത്തെ കുറിച്ചുള്ളതായ പദ്ധതി. എന്നാൽ ഈ ജനം ഇവിടെ ശമൂവേലിനോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ, എങ്ങനെ മറ്റുള്ള ജാതികളായ രാജ്യങ്ങളെ പോലെ ഞങ്ങളെ ആക്കി തീർക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നാം പലപ്പോഴും യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവായി സ്വീകരിക്കുന്നുണ്ടെങ്കിലും സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും പലപ്പോഴും നാം ക്രിസ്തുവിന്റെ രാജ്യത്വത്തിങ്കൽ പൂർണ്ണമായി അനുസരിപ്പാൻ നാം തയ്യാറാവുന്നില്ല എന്നുള്ളത് സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ജനം ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അവർ ലോകത്തിന്റെ സിസ്റ്റത്തെ ഫോളോ ചെയ്യാനായിട്ട് അവർ തയ്യാറാകുന്നു. ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം അവർ ദൈവത്തോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഏത് കാലഘട്ടത്തിലും ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിക്കുന്ന കാലം മുതൽ ദൈവത്തിന്റെ ആഗ്രഹം ദൈവം അവരുടെ രാജാവായിരിക്കണം. ഈ ജനം ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തോട് ഡിപ്പെൻഡന്റ് ആയി ജീവിക്കണം എന്നുള്ളതാണ്. അതുതന്നെ ആദ്യം ആദാമും ഹവ്വായും മുതൽ തന്നെ അവർ ആ കൽപ്പന ലംഘിച്ചു, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതായി നാം കാണുന്നുണ്ട്. ഇവിടെ ഈ ജനവും ദൈവത്തോട് പറയുകയാണ്, ഞങ്ങൾക്ക് രാജാവായിരിക്കാൻ മറ്റുള്ള ജാതികളെ പോലെ രാജാവിനെ ആക്കി തരുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ ദൈവം അവരുടെ അപേക്ഷ കേട്ടു. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, നീ അവർക്ക് രാജാവിനെ ആക്കി കൊടുക്കണമെന്ന്. അങ്ങനെ ഇരിക്കെയാണ് ശൗൽ എന്ന യൗവനക്കാരനായ വ്യക്തി അവന്റെ വീട്ടിലെ കഴുതകൾ നഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ട് കഴുതയെ അന്വേഷിച്ച് അവസാനം ശമൂവേലിന്റെ അടുക്കൽ എത്തിച്ചേർന്നു. ശൗലിന്റെ കൂടെ ഉണ്ടായിരുന്ന ദാസൻ പറഞ്ഞു, ഒരുപക്ഷെ ആ ദൈവപുരുഷന്റെ അടുക്കൽ ചെന്നാൽ നമുക്ക് നമ്മുടെ കഴുതയെ കണ്ടെത്തുവാനുള്ള മാർഗം അദ്ദേഹം പറഞ്ഞു തരുമെന്ന്. ആ ഒരു കാരണത്താൽ അവർ ശമൂവേലിന്റെ അടുക്കൽ എത്തിച്ചേർന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നതായിരുന്നു. ദൈവം ആ ദിവസത്തിന്റെ തലേ ദിവസം തന്നെ ശമൂവേലിനോട് പറഞ്ഞു, നിന്റെ അടുക്കൽ വന്ന യൗവനക്കാരനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് നീ അഭിഷേകം ചെയ്യണമെന്ന്. ശമൂവേൽ അടുക്കൽ ശൗല് കടന്നു വന്ന് ആ ശൗലിനോട് ദൈവം ശൗലിനെ രാജാവായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിവരം കൈമാറാനായി ഇടയായി തീർന്നു. അവനോട് പറഞ്ഞപ്പോ ശൗല് പറയുന്നുണ്ട്, അയ്യോ, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാ, എന്റെ ഗോത്രം മറ്റുള്ള 12 ഗോത്രങ്ങളിലെ ബെന്യാമിൻ ഗോത്രം ഏറ്റവും ചെറിയൊരു ഗോത്രമാണ്.
എന്നാൽ ഈ ബെന്യാമിൻ ഗോത്രത്തിൽ തന്നെ നോക്കിയാൽ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വീട്ടുകാർ വളരെ ചെറിയ വീട്ടുകാരാ, അതിനേക്കാളും നല്ല സാമ്പത്തിക ശേഷിയും മഹത്വവും പ്രതാപവും കഴിവുള്ളതുമായ ഒത്തിരി കുടുംബങ്ങൾ ഈ ഗോത്രത്തിൽ തന്നെയുണ്ട്, അതിൽ എന്നെ തെരഞ്ഞെടുക്കാൻ ഞാൻ യോഗ്യനല്ല എന്നൊക്കെ ശമൂവേലിനോട് പറയുന്നു. താൻ തന്നെ ആ ദൈവപുരുഷന്റെ മുമ്പാകെ താഴ്ത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ശൗല്. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പ് അവന്റെ കുടുംബം നോക്കിയിട്ടല്ല, അവന്റെ കുലം നോക്കിയിട്ടല്ല, കുടുംബ മഹത്വമോ അവന്റെ ഗോത്രത്തിന്റെ മഹത്വമോ നോക്കിയിട്ടല്ല, ദൈവത്തിന്റെ ദയ ശൗലിന്റെ മേൽ കടന്നു വന്നതിന്റെ ഫലമായിട്ട് ദൈവം അവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. അവന്റെ മേൽ അഭിഷേകം വീണപ്പോൾ അവൻ മറ്റൊരു സ്വഭാവമുള്ള വ്യക്തിയായി തീർന്നു നമ്മൾ കാണുന്നുണ്ട്. അവനെ പരിഹസിക്കുന്ന വ്യക്തികളോട് അവൻ യുദ്ധം ചെയ്യാതെ അവരെ ഒഴിഞ്ഞു മാറി വിടുന്നതായി നാം കാണുന്നുണ്ട്. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവൻ മറ്റുള്ള പ്രവാചക ഗണത്തോടു കൂടെ ചേർന്ന് നിന്ന് പ്രവചിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇവൻ ശൗലല്ലയോ ചോദിക്കത്തക്ക നിലയില്, അങ്ങനെ ആളുകൾക്ക് കാണത്തക്ക നിലയിലുള്ള വ്യത്യാസം ഈ അഭിഷേകം ശൗലിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. എന്നാൽ 1 ശമൂവേൽ 13-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ ശമൂവേൽ ശൗലിനോട് ആദ്യം തന്നെ പറയുന്നുണ്ട്, നീ ഫെലിസ്ത്യരോട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണം, ഞാൻ വന്ന് യാഗം കഴിക്കുന്നിടം വരെ നീ അതിനായി വെയിറ്റ് ചെയ്യണമെന്ന് ശൗലിനോട് ആവശ്യപ്പെടുന്നുണ്ട്. 7 ദിവസം അവൻ കാത്തിരുന്നു. എന്നാൽ ശൗല് പ്രതീക്ഷിച്ച സമയത്ത് ശമൂവേൽ വന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഫെലിസ്ത്യർ ഓൾറെഡി ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് തുടങ്ങി. ആളുകൾ ചിതറുന്നു. ആളുകൾ ശൗലിൽ ഇപ്പൊ രാജാവാണ്, രാജാവ് ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷ ഇസ്രായേൽ മക്കളുടെ ഉള്ളിലുണ്ട്. ഈ ആളുകൾ ശൗലിനോട് ചേർന്ന് വന്നു. എന്നാൽ 7 ദിവസമായിട്ടും രാജാവ് പ്രതികരിക്കുന്നില്ല. രാജാവ് ശമൂവേലിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് യുദ്ധം കഠിനമായി തീർന്നു എന്ന് കണ്ടപ്പോൾ ജനം ശൗലിനെ വിട്ടുമാറുന്നതായി നാം കാണുന്നുണ്ട്. 1 ശമൂവേൽ 13-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില് ജനം തന്നെ വിട്ടുമാറുന്നു എന്ന് കണ്ടപ്പോൾ ശൗൽ എന്ത് ചെയ്യാൻ തുടങ്ങി, താൻ ഒരു ധൈര്യപ്പെട്ട് യാഗം കഴിക്കാനായിട്ട് തയ്യാറായി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സംഭവിക്കപ്പെട്ട കാര്യം, ദൈവമാ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തത്. ഇത് ശൗല് നേടിയെടുത്തതായ ഒരു സ്ഥാനമല്ല ഈ രാജ്യത്വം എന്നുള്ളത്. ഒരു യോഗ്യതയുമില്ലാഞ്ഞതായ സ്ഥാനത്ത് നിന്നും ദൈവം ശൗലിനെ തെരഞ്ഞെടുത്ത് അവന്റെ അയോഗ്യതകളെ അഗണ്യമാക്കിയിട്ട് അവനെ ഇസ്രായേലിന്റെ രാജാവാക്കിയതാ. എന്നാൽ ഇപ്പം ജനം ശൗലിനെ വിട്ടുമാറിപ്പോകുന്നു, ജനം ശൗലിനെ ഉപേക്ഷിച്ച് കളയുന്നു എന്നൊരു ഭീതി അവന്റെ ഉള്ളിൽ ഉണ്ടായിട്ട് അവൻ എന്ത് ചെയ്തു, അവൻ ചെയ്യരുതാഞ്ഞതായ യാഗം കഴിക്കാനായിട്ട് അവൻ തയ്യാറായി. അവൻ യാഗം കഴിച്ചു. യാഗം കഴിച്ച ഉടനെ ശമൂവേല് അവിടെ കടന്നു വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ശൗല് അവൾ മനസ്സിലായി, അയ്യോ ഞാൻ ചെയ്തത് അബദ്ധമായി പോയി എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ പലപ്പോഴും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. നാം ദൈവത്തെക്കാൾ അധികം ദൈവം നമുക്ക് നൽകിയതായ സ്ഥാനമാനങ്ങളെ നാം സ്നേഹിക്കുകയും അതിനു പ്രാധാന്യത കൊടുക്കുകയും ചെയ്യാറുണ്ട്. ശൗലിനെ രാജാവാക്കിയത് ദൈവമാണെങ്കിൽ ഈ ജനത്തെ ശൗലിന്റെ കൂടെ നിർത്താനും ദൈവത്തിന് കഴിയും. ഈ ഫെലിസ്ത്യരുടെ മുമ്പിൽ ജയം കൊടുക്കുവാനും ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. നാം പലപ്പോഴും ജോലി കിട്ടാനൊക്കെ വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. പ്രാർത്ഥിച്ച് ജോലി കിട്ടിക്കഴിയുമ്പം പിന്നെ എങ്ങനെയെങ്കിലും ആ ജോലിയിൽ നിലനിർത്താനായിട്ട് നാം ആരാധന സമയങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നു, പ്രാർത്ഥനയെ ഉപേക്ഷയായി വിചാരിക്കുന്നു, ഓവർ ടൈം ചെയ്യുന്നു, നാം മാനേജരെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, നമ്മുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്ത് ചെയ്യുകയാണ്? നാം ദൈവത്തെക്കാൾ അധികം ഇപ്പം ജോലിയെ സ്നേഹിക്കാനായിട്ട് തയ്യാറാകുകയാണ്. ദൈവം നമുക്കൊരു അഡ്മിഷൻ തരുന്നു. അഡ്മിഷൻ കിട്ടുന്നിടം വരെ ഉപവാസവും പ്രാർത്ഥനയും സഭയോടും ദൈവമക്കളോടും വളരെ സ്നേഹവും
സഹകരണവുമുണ്ട്. എന്നാൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠനം മാത്രമേ ഉള്ളൂ. നമ്മുടെ ആരാധനയും വചനധ്യാനവും ദൈവത്തോടുള്ള സ്നേഹവും ഒക്കെ കുറഞ്ഞു പോകുന്നതായ സന്ദർഭം പലപ്പോഴും ജീവിതങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഒരിക്കലും ദൈവത്തെക്കാൾ അധികം ദൈവം തരുന്ന നന്മകളെ സ്നേഹിക്കരുത്. ഒരിക്കലും ദൈവത്തെക്കാൾ അധികം ദൈവം തരുന്ന പൊസിഷനെ സ്നേഹിക്കരുത്. ആരാണോ തരുന്നത് ആ ദൈവത്തിന് നമ്മെ നിലനിർത്താനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ബലം ദൈവത്തിലുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശൗല് പേടിച്ചു പോകുന്ന കാര്യം, അവൻ ആദ്യം പറഞ്ഞു ഞാൻ രാജാവാകാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം പറയുകയാണ് ഈ ജനം എന്നെ വിട്ട് ഓടിപ്പോകുന്നു. അയ്യോ, ഈ ജനം ഓടിപ്പോയാൽ അവർ എന്നെ രാജാവായി അംഗീകരിച്ചില്ലെങ്കിൽ എൻ്റെ ഭാവി എന്താകുമെന്നുള്ളതാണ് തന്നെ ഭരിച്ചതായ ഭയം. ഹല്ലേലൂയ. അതിന്റെ ഫലമായിട്ട് അവനെ ദൈവം ആ നിമിഷം തന്നെ ശമൂവേലിലൂടെ പറഞ്ഞു, ഞാൻ നിന്നെ എന്നേക്കും രാജാവായിരിക്കാണോ എന്ന് ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അവന്റെ കുടുംബം എന്നും ഇസ്രായേലിന്റെ രാജാവായി തുടരണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ ദൈവം അത് ചെയ്യത്തില്ല എന്ന് 1 ശമൂവേൽ 13-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 15-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മറ്റൊരു കാര്യം നാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ആ 15-ാം അധ്യായത്തിൽ ദൈവം ശൗലിനോട് ആവശ്യപ്പെടുകയാണ്, നീ പോയി ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യണം. നീ ഫെലിസ്ത്യരെ യുദ്ധം ചെയ്തിട്ട് അവരെ മുഴുവൻ അമാലേക്യരോട് യുദ്ധം ചെയ്യണം. അമാലേക്യരെ മുഴുവൻ നശിപ്പിച്ചു കളയണം. അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ ശിശുവെന്നോ രാജാവെന്നോ അല്ലെങ്കിൽ നല്ല പ്രാഗൽഭ്യമുള്ളവരെന്നോ തടിച്ചതെന്നോ കൊഴുത്തതെന്നോ മെലിഞ്ഞതെന്നോ യാതൊരു കൺസിഡറേഷനും കൊടുക്കാതെ ഈ അമാലേക്യർ ഇസ്രായേൽ ജനത്തോട് ദയയായി അവർ മരുഭൂപ്രയാണ കാലത്ത് പെരുമാറാഞ്ഞതുകൊണ്ട് നീ അമാലേക്യരെ മുഴുവനും നശിപ്പിച്ചു കളയണമെന്ന് ദൈവം ശൗലിനോട് ശമൂവേലിലൂടെ ആവശ്യപ്പെട്ടു. ശൗല് ദൈവത്തിന്റെ ആലോചന കേട്ടു. അമാലേക്യരെ നശിപ്പിക്കാനായി പുറപ്പെട്ടു. അവിടെ പോയി ഒരുപക്ഷെ 99% ആളുകളെ നശിപ്പിച്ചു കാണും. 99% മൃഗങ്ങളെയും ആ രാജ്യത്ത് നശിപ്പിച്ചു കാണും. ഹല്ലേലൂയ. എന്നാൽ താൻ അവിടെ കണ്ടതില് നല്ല തടിച്ചതും കൊഴുത്തതും തനിക്ക് കൊള്ളയായി എടുക്കാൻ കൊള്ളാവുന്നത്. അവിടെ ശമൂവേൽ ചോദിക്കുന്ന എന്തുകൊണ്ട് നീ കൊള്ളയായി എടുത്തുകൊണ്ട് വന്നു? തനിക്ക് പ്രയോജനമുള്ളതിനെയൊക്കെ താൻ തെരഞ്ഞെടുത്തു, തനിക്കായിട്ട് മാറ്റി നിർത്തി. ശൗല് വളരെ സന്തോഷവാനായിട്ടാണ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നത്. കാരണം അവിടെയുള്ള രാജ്യത്തുള്ള ഒരു 99% ആളുകളെയും താൻ നശിപ്പിച്ചു. ഇനി അവിടെ ആരും ശേഷിപ്പിച്ചിട്ടില്ല. ദൈവം പറഞ്ഞതൊക്കെ അനുസരിച്ചു എന്നുള്ള മനോഭാവത്തിലാണ് ഈ ശൗല് മടങ്ങി വരുന്നത്. എന്നാൽ നമ്മൾ 1 ശമൂവേൽ 15-ാം അധ്യായത്തില് അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാൻ ചെങ്കിൽ നല്ലായിരുന്നു. 1 ശമൂവേൽ 15-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ? പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു. നീ ചെന്ന അമാലേക്യരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെയിരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്ത്? ശൗൽ ശമൂവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ചു. യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക്യ രാജാവായ ആഗാഗിനെ കൊണ്ടുവന്നു അമാലേക്യരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശബദാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നും എടുത്തു ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ശമൂവേൽ ശൗലിനോട് ചോദിക്കുമ്പോൾ ശൗല് പറയുകയാണ്, ജനം ശബദാർപ്പിത വസ്തുക്കൾ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്ന് എടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ദൈവം ശമൂവേലിനോട് ആവശ്യപ്പെട്ടത് അവിടെയുള്ള എല്ലാത്തിനെയും കൊന്നുകളയാനായിട്ടാണ്.
പക്ഷെ ഇവിടെ ശൗല് അവിടെ വിശേഷമായതിനെയും തടിച്ചതിനെയും യോഗ്യമായതിനെ ഒക്കെ തനിക്ക് യോഗ്യമായതിനെ കൊണ്ടുവന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടാ കൊണ്ടുവന്നെന്ന് പറയുന്നത്. നാം ഒരു കാര്യം തിരിച്ചറിയണം. ഇവിടെ ദൈവം ഉപേക്ഷിച്ചതായ, ദൈവം വെറുക്കുന്നതായ ഒരു സമൂഹമാണ് അമാലേക്ക്. ഈ അമാലേക്കിനെ നശിപ്പിച്ച് കളയണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. ഈ അമാലേക്കിനെ കൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവം ഉപേക്ഷിച്ചതായ, ദൈവം വെറുക്കുന്നതായ ഒരു സമൂഹമാണ് അമാലേക്ക്. അവരെ കൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ഈ ശൗല് ശ്രമിക്കുന്നത് അമാലേക്കിനെ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലതിനെ നീക്കുവാൻ കൽപ്പിച്ചാൽ അതിനെ നീക്കാതെ ദൈവത്തെ ഒരു വിധത്തിലും പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ദൈവം നമ്മുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ അത് നല്ലതായിരിക്കും, നമ്മുടെ ദൃഷ്ടിയിൽ അത് പ്രയോജനമുള്ളതായിരിക്കും, നമ്മുടെ ദൃഷ്ടിയിൽ നാം പറയും ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് വളരെ നന്മയുള്ളതാണെന്നൊക്കെ നാം ചിന്തിക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ദൃഷ്ടിയിൽ എങ്ങനെ ഉണ്ടെന്നുള്ളതല്ല പ്രാധാന്യമുള്ളത്, ദൈവത്തിന് ദൃഷ്ടിയിൽ അത് പ്രയോജനമുള്ളതാണോ അല്ലയോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ ശൗല് ശ്രമിക്കുന്ന ദൈവത്തെ ആരാധിക്കാനാണെങ്കിൽ പോലും ഈ യാഗവസ്തു എത്ര തടിച്ചതിനെ യാഗം കഴിച്ചാലും ദൈവം അതിൽ പ്രസാദിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പ്രാധാന്യം തടിച്ചതാണോ, ദൈവത്തിന് പ്രാധാന്യം കൊഴുത്തതാണോ? അല്ല, ദൈവത്തിന് പ്രാധാന്യം നമ്മളാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കയീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല, ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു എന്നല്ല പറയുന്നത്, ദൈവം ഹാബേലിൽ പ്രസാദിച്ചത് കൊണ്ടാണ് അവന്റെ യാഗവസ്തുവിൽ ദൈവത്തിന് പ്രസാദമുണ്ടായത്. ദൈവം വെസലിയിൽ പ്രസാദിച്ചില്ല എങ്കിൽ വെസലി എത്ര നന്നായിട്ട് പ്രസംഗിച്ചാലും, വെസലി എത്ര രൂപ ദശാംശം കൊടുത്താലും അതിലൊന്നും ദൈവത്തിന് പ്രാധാന്യമല്ല. ദൈവം നോക്കുന്നത് വെസലി എന്ന വ്യക്തിയിലാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം ഇവിടെ ശമൂവേലിനോട് ആവശ്യപ്പെടുന്നത് നീ അവിടെ പോയി അവിടെയുള്ള സകല വ്യക്തികളെ നശിപ്പിക്കണം, സകല മൃഗങ്ങളെ നശിപ്പിക്കണം. അതാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. അവിടെ ആ അമാലേക്ക് എന്നുള്ള നാമം ഭൂമിയിൽ നിലനിൽക്കരുത്, അവരെ നിന്റെ കൂടെ ചേർക്കരുത്. അവർ ദൈവജനത്തിന് ദോഷം ചെയ്തവരാണ്, അവരുമായി സന്ധി കൂടരുത്. അതാണ് ദൈവത്തിന്റെ പ്രതീക്ഷ. എന്നാൽ ഈ ജനം ദൈവത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും മാറിയിട്ട് അവർ അമാലേക്കിനെ അവരുടെ കൂടെ ചേർക്കാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ശൗലിനോട് പറയുകയാണ്, യാഗത്തിലല്ല, ദൈവം കരുണയിലത്രേ പ്രസാദിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും നാം വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ്. ഹല്ലേലൂയ. 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ, does the Lord delight in the burnt offering and the sacrifice as much as the obeying the Lord? യാഗം കഴിക്കുന്നതിനേക്കാളും ദൈവത്തിന് പ്രസാദം അനുസരണത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. നാം അനുസരിക്കുമ്പോഴാണ് അത് ദൈവം അതിൽ സന്തോഷിപ്പാനായി ഇടയായി തീരുന്നത്. ശൗല് തന്റെ ആരംഭത്തിങ്കിൽ വളരെ താഴ്മയുള്ളവനും വളരെ ഭക്തനുമായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ 13-ാം അധ്യായത്തിൽ കണ്ടു, അവന്റെ സ്ഥാനമാനങ്ങൾ നിലനിർത്താനായിട്ട് ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് ദൈവം അവനോട് പറഞ്ഞു, നിന്റെ രാജ്യത്വം എന്നേക്കുമായി നിലനിൽക്കത്തില്ല എന്ന്. എന്നാൽ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ദൈവത്തെ അനുസരിക്കാതെ ദൈവീയ പ്രമാണങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് നാം കാണുന്നു. അതിന്റെ ഫലമായി പിന്നീട് ദൈവം പറയുകയാണ്, ഞാൻ അവനെ രാജാവാക്കിയത് കൊണ്ട് ദുഃഖിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളെ കുറിച്ച് ദൈവം ദുഃഖിക്കുന്ന ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ ഏത് പ്രവൃത്തി മുഖാന്തരം സ്വർഗം സന്തോഷിപ്പാനിടയായി തീരണം. ഹല്ലേലൂയ. ദൈവം നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതം കൊണ്ട് സ്വർഗത്തെ സന്തോഷിപ്പിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു.
23-ാമത്തെ വാക്യം, rebellious is like the sin of the divination and arrogance like a evil of idolatry, because you have rejected the word of the Lord, he has rejected you as the king. Hallelujah. നീ ദൈവത്തിന്റെ പ്രമാണം ഉപേക്ഷിച്ചത് കൊണ്ട് ദൈവം നിന്നെയും ഉപേക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് ലോകത്തിൽ പലരും പല മെത്തേഡുകൾ കൊണ്ട് നിലനിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ദൈവത്തിന്റെ പ്രമാണം വിട്ടുകളഞ്ഞിട്ട് പല ഡിപ്ലോമാറ്റിക് ആയ വേയിലൂടെ അവരുടെ സ്ഥാനമാനങ്ങളെ നിലനിർത്തുകയാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരിക്കലും മറന്നു പോകരുത്, ദൈവം നിലനിർത്തിയില്ലെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും നമ്മളെ നിലനിർത്താനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം മാത്രമേ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, ദൈവവചനത്തെ പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ഒരു സന്ദർഭം, ഈ ഒരു കാര്യം മുഖാന്തരം അവൻ ദൈവത്തിന്റെ പ്രമാണം വിട്ടതിന്റെ ഫലമായിട്ട് ദൈവം അവനെ ഉപേക്ഷിക്കുന്നതായി നാം കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ദൈവം ദാവീദ് എന്നൊരു യൗവനക്കാരനെ, അവന്റെ ഒരു ആട്ടിടയനായ ഒരു യൗവനക്കാരനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. ദൈവം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തതിന്റെ ഫലമായിട്ട് പിന്നീടുള്ള കാലഘട്ടം ശൗലിന്റെ കുടുംബവും ദാവീദുമായി എന്നും ഒരു യുദ്ധത്തിലായിരുന്നു നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദാവീദ് തന്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും മുൻഗണന കൊടുത്ത് ജീവിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ദാവീദ് താൻ തെരഞ്ഞെടുക്കപ്പെടുന്നതായ സമയത്ത് ഇവൻ തന്റെ അപ്പനും അമ്മയും പോലും തന്നെ ആദരിച്ചില്ല, തന്നെ കൗണ്ട് ചെയ്തില്ല. ശമൂവേൽ തന്റെ ഭവനത്തിൽ അഭിഷേകം ചെയ്യാനായിട്ട് കടന്നു വരുമ്പോൾ, എന്നാൽ ഒരിക്കൽ പോലും ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരോധമായിട്ട് ദാവീദ് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയില്ല. എന്നാൽ ഈ ശൗലിന്റെ കുടുംബം അന്നു മുതൽ പിന്നീട് നാം പഠിക്കുമ്പോൾ അവന്റെ കുടുംബം ഒരിക്കലും ഉയർന്നു വരുന്നില്ല, അവിടുന്ന് അവർ നശിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ ദാവീദ് 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ നാം വായിച്ചപ്പോൾ കണ്ടു, ദാവീദ് ചോദിക്കുകയാണ്, ശൗലിന്റെ കുടുംബത്തില് യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ഇനി ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വചനം ഉപേക്ഷിച്ചതിന്റെ ഫലമായിട്ട് അവൻ മാത്രമല്ല, അവന്റെ കുടുംബം മുഴുവൻ ഇല്ലായ്മയായി പോകുന്നതായിട്ട് നാം കാണുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നാം വളരെ ലാഘവത്വത്തോടുകൂടിയാണ് ദൈവീയ പ്രമാണങ്ങളെ വളരെ തിരസ്കരിച്ചു കളയുന്നത്. ലോകത്തിന്റെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി, സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും വേണ്ടി പലപ്പോഴും ദൈവവചനത്തിന് അതിന്റെ പ്രാധാന്യത കൊടുക്കാതെ, ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകാതെ ഈ ശൗലിനെ പോലെ ഈ ലോകത്തിന്റെ അമാലേക്കിന്റെ കൊള്ളയ്ക്ക് പുറകെ പോകുന്നതിന്റെ ഫലമായിട്ട് നാം സത്യത്തിൽ ചെയ്യുന്നത് ദൈവത്തോട് നാം അന്യപ്പെട്ടു പോവുകയാണ്. ഒരുപക്ഷെ ഈ അമാലേക്കിന്റെ കൊള്ള, ഈ ലോകത്തിന്റെ ധനം, ഈ ലോകത്തിന്റെ വഞ്ചന പലപ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയാണ്. എന്നാൽ അതിനെ ഉപേക്ഷിച്ച് ദൈവീയ പ്രമാണങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽപ്പാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, അമാലേക്കിന്റെ നന്മ ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ വന്നില്ലായിരിക്കും. ലോകം നമ്മളെ മണ്ടൻ എന്ന് വിളിച്ചായിരിക്കും. ഒരുപക്ഷെ ലോകം ചോദിക്കും, നിനക്ക് അമാലേക്കിന്റെ നന്മ കൊണ്ടുവരുന്നുകൂടായിരുന്നോ? അതൊക്കെ എത്രയോ നല്ലതായിരുന്നു. അവിടുത്തെ ആഹാരം എത്രയോ രുചിയുള്ളതാണ്. അവിടുത്തെ യൗവനക്കാരെ കൊണ്ട് നിനക്ക് വേലക്കാക്കാമായിരുന്നല്ലോ. ഇതൊക്കെ ലോകം നമുക്ക് അഡ്വൈസ് ചെയ്യുമായിരിക്കും. എന്നാൽ ഹല്ലേലൂയ, ദാനിയേലിനെ പോലെ, ഹല്ലേലൂയ, ദാനിയേൽ ബാബിലോണിൽ വന്നപ്പോൾ പറയുകയാണ്, ഈ രാജാവിന്റെ മേശയിൽ നിന്നുള്ള ആഹാരം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ല. അവിടെ ദാനിയേൽ എന്ന യൗവനക്കാരനാണ്. അവൻ മറ്റൊരു രാജ്യത്താണ്. അവനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അവനെ
ശിക്ഷിക്കാനോ നിയന്ത്രിക്കാനോ ആരുമില്ല. എന്നാൽ അന്യ രാജ്യത്ത് രാജാവിന്റെ കൽപ്പന പുറപ്പെട്ടു. നീ രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന കൽപ്പന പുറപ്പെടുമ്പോൾ പോലും ഈ രാജാവിന്റെ ആഹാരത്തെ കഴിക്കത്തില്ല. കാരണം ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ല. ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി നിന്നതായ ദാനിയേലിനെ ദൈവം ഹല്ലേലൂയ മേദ്യ പാർസ്യ സാമ്രാജ്യത്ത് പോലും ഏറ്റവും ശ്രേഷ്ഠനായി ഉയർത്തിയെങ്കില ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ഈ ലോകത്തിന്റെ ഈ രാജാവിന്റെ ആഹാരമോ അമാലേക്കിന്റെ ആടോ മാടോ അല്ല നമുക്ക് വേണ്ടത്. ദൈവത്തെയാ വേണ്ടത്. ദൈവത്തെ കൂടെ നിർത്തിയാൽ ഉയർത്തേണ്ട സമയത്ത് ഉയർത്തുവാൻ, മാനിക്കേണ്ട സ്ഥാനത്ത് ദൈവം നമ്മളെ ആക്കേണ്ട സ്ഥാനത്ത് ആക്കുവാനും, നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തുവാനും, ഉപയോഗിക്കേണ്ടതുപോലെ ദൈവം നമ്മളെ ഉപയോഗിക്കുവാനും ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. നാം പലപ്പോഴും ലോകത്തെ ഭയപ്പെടുന്നു. നാം പലപ്പോഴും ലോകത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ദൈവത്തിന്റെ പ്രസാദം നമ്മൾ നഷ്ടപ്പെട്ടു പോകാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ ലോകത്തിന്റെ പുറകെ പോയതായ അമാലേക്കിന്റെ നന്മയ്ക്കും കൊള്ളയ്ക്കും പുറകെ പോയതായ ആ കുടുംബം ഉയർന്നു വന്നില്ല. അവൻ നാശത്തിന്റെ വക്കിലായിരുന്നു. അവൻ അതിന്റെ ഫലമായിട്ട് ആ കുടുംബത്തെ ദൈവം ഉപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മറുഭാഗത്ത് ദാവീദ് എന്ന യൗവനക്കാരൻ ഹല്ലേലൂയ, അവന്റെ ശൗല് അവനെ നശിപ്പിക്കാനായിട്ട് ശൗലും അവന്റെ കൂടെ 3000 ആളുകളുമായിട്ട് ഒരു രാജ്യത്തിന് നേരെ ആക്രമണം പുറപ്പെടുന്നത് പോലെ ദാവീദ് എന്ന ഒരു വ്യക്തിയെ ആക്രമിക്കാനായിട്ട് ശൗല് പുറപ്പെട്ടു. എന്നാൽ അവന്റെ ഗുഹയ്ക്കകത്ത് ദാവീദ് ഇരിക്കുകയാണ്. ശൗലും കൂട്ടരും പുറത്തു വന്ന് നിൽക്കുന്നു. എങ്കിൽ പോലും ദാവീദിന്റെ തലമുടിയെ രോമത്തെ തൊടുവാൻ പോലും ദൈവം ശൗലിനെ അനുവദിച്ചില്ല. ദൈവിക പ്രമാണത്തിന് വേണ്ടി നിന്നാല് ആരൊക്കെ എന്തൊക്കെ നമുക്കെതിരായിട്ട് പ്ലാൻ ചെയ്താലും, പദ്ധതികൾ തയ്യാറാക്കിയാലും, അവൻ എത്ര ശക്തനാണെങ്കിലും ഒരു ശത്രുവിനും നമ്മളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഹല്ലേലൂയ. ഈ ശൗല് ദാവീദിന് ശത്രുവായിരുന്നു. അവനെ തകർക്കാനുള്ള സകല പദ്ധതികളും പുറപ്പെട്ടു. ഗുഹയിലും വനാന്തരങ്ങളിലും മരുഭൂമിയിലും ദാവീദിനെതിരായിട്ട് ശൗല് പുറപ്പെട്ടു. എന്നാൽ അവന്റെ യാതൊരു പദ്ധതികളും ജയിച്ചില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദാവീദ് ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി നിന്നു. എന്നാൽ ഈ നമ്മളിവിടെ വായിച്ചതുപോലെ അവന്റെ കുടുംബത്തിൽ ആരുമില്ലാത്തവണ്ണം ശൗല് നശിച്ചു പോയപ്പോൾ, എന്നാൽ ദാവീദിന്റെ കുടുംബം നശിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. കാലങ്ങൾക്കും വർഷങ്ങൾക്ക് ശേഷം യേശു ക്രിസ്തു ജനിച്ചതും ആ ദാവീദിന്റെ കുടുംബത്തിലാണ്. ഹല്ലേലൂയ. ബർത്തിമായി എന്ന് പറയുന്ന ജന്മന അന്ധനായ ഒരു വ്യക്തി ഒരിക്കൽ യേശു ക്രിസ്തു നടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. ദാവീദിന് ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷമാ യേശു ക്രിസ്തു ആ കുടുംബത്തിൽ ജനിക്കുന്നത്. ആ കാലഘട്ടത്തിലും അവർ ആരെ ഓർത്തു? ദാവീദിനെ ഓർക്കുന്നുണ്ട്. അവർക്കറിയാം ദാവീദിന്റെ കുടുംബം നശിച്ചു പോയിട്ടില്ല. ദാവീദിന്റെ കുടുംബം ആ പേര് ഇന്നും നിലനിൽക്കുന്നു. ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, ദാവീദ് ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി നിന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തോട് കോംപ്രമൈസ് ചെയ്യാതെ വിശുദ്ധിക്ക് വേണ്ടി നിലനിന്നാൽ ദൈവം നമുക്ക് വേണ്ടി നിലനിൽക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. We can do lot of comparison between the family of Saul and David. Hallelujah. എന്നാൽ നമുക്ക് അതിനുള്ള സമയമല്ലല്ലോ ഇപ്പോൾ. Hallelujah. എന്നാൽ ഒരു കാര്യം മാത്രം നാം ചിന്തിച്ചാൽ മതി. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ശൗലിന്റെയും ദാവീദിന്റെയും തലമുറകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ശൗലിന്റെ മരണശേഷവും ശൗലിന്റെ കുടുംബം, ശൗല് അവന്റെ മകൻ യോനാഥാനും യുദ്ധത്തിൽ പട്ടുപോയി. പിന്നീട് ദാവീദ് രാജാവായിട്ടുണ്ട്. എങ്കിലും പിന്നീട് നാം കാണുന്നുണ്ട് ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ എന്നും യുദ്ധം നടന്നുകൊണ്ടിരുന്നു. എന്നാൽ അതിന്റെ ഫലമായിട്ട് ശൗലിന്റെ കുടുംബം ശോഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാല് ദാവീദ് രാജാവാകുമ്പോൾ ദാവീദിനെ വളരെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു ശൗലിന്റെ മകൻ യോനാഥാന. ദാവീദ് ഇവിടെ പറയുകയാണ്, എനിക്ക് ആ യോനാഥാൻ നിമിത്തം ശൗലിന്റെ കുടുംബത്തോട് ദയ കാണിക്കണം. ദൈവത്തിന് സ്തോത്രം.
നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. അപ്പം സീബ എന്ന് പറയുന്നതായ ഈ ഒരു ഒരു വ്യക്തി വന്ന് ദാവീദിനോട് പറയുകയാണ്, അവന്റെ കുടുംബത്തില് 2 കാലും മുടന്തനായി പോയ മെബീബോശേത്ത് എന്നൊരു പയ്യനുണ്ട്. ആ വ്യക്തിയും സത്യത്തിൽ ജീവിച്ചിരിപ്പാൻ സാധ്യതയില്ലാഞ്ഞവനായിരുന്നു. അവന്റെ ഭവനത്തിലുള്ള എല്ലാവരെയും കൊന്നുകളയുന്നതായ സമയത്ത് അവന്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടിപ്പോയ വഴിക്ക് വീണ് അവന്റെ കാല് മുടന്തനായി പോയതാണ്. എന്നാല് ഇവിടെ അങ്ങനെ ഒറ്റൊരു വ്യക്തി മാത്രം ആ ഒരു കുടുംബത്തിൽ ശേഷിച്ചിരിപ്പുണ്ട്. നമുക്കറിയാം, കുറെ നാളുകൾക്ക് മുമ്പ് കേരളത്തില് വയനാട് ഉരുൾപൊട്ടലുണ്ടായി, ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായതിന്റെ ഫലമായിട്ട് ഒത്തിരി വീടുകൾ ഒഴുകിപ്പോയി, ഒത്തിരി ഭവനങ്ങൾ ആരും ശേഷിക്കാതെ വണ്ണം നശിച്ചു പോയതായിട്ട് നമ്മൾ വായിക്കാനിടയായി തീർന്നു. എന്നാൽ അവിടെയൊക്കെ ചില കുടുംബങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തി ഡ്രൈവറായിട്ട് പോയിട്ട് അദ്ദേഹം ആ സമയത്ത് ആ ഭവനത്തിൽ ഇല്ലായിരുന്നതായ വാർത്തകളൊക്കെ കേട്ടു. എന്ന് പറയുന്നത് പോലെ ഈ മെബീബോശേത്തും ആ കുടുംബത്തിൽ നശിച്ചു പോകേണ്ടിയവനായിരുന്നു. എന്നാൽ അവന്റെ ധാത്രി അവനോട് ദയ കാണിച്ച് അവനെ എടുത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രം ഈ മെബീബോശേത്ത് ഇന്ന് ഭൂമിയിൽ ജീവനോടെ ശേഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദാവീദിന്റെ ചോദ്യം വരുന്നത്, എനിക്ക് അവന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ദയ കാണിക്കണം. ശൗൽ ആരാണ്? ദാവീദിന് ഒരു സ്നേഹിതനല്ലായിരുന്നു. ശൗല് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിനെ ഏറ്റവും അധികം ദ്രോഹിച്ച വ്യക്തിയായിരുന്നു ശൗല്. ദാവീദിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ള സകല സ്ട്രാറ്റജിയും ഉണ്ടാക്കി ഒരു യുദ്ധത്തിൽ രാജാവ് ഒരു സൈന്യത്തോട് യുദ്ധം ചെയ്യുന്നത് പോലെ ദാവീദിനോട് യുദ്ധം ചെയ്തു. കാണുന്നിടത്തൊക്കെ കുന്തം കൊണ്ട് എടുത്തു ചാടി അവനെ കുത്താനായിട്ട് ശ്രമിച്ചു. എന്നാൽ ദൈവം ദാവീദിനെ രക്ഷിച്ചു. അങ്ങനെയാണ് ശൗലും ദാവീദും തമ്മിലുള്ളതായ ബന്ധം. എന്നാൽ ഇവിടെ ദാവീദ് പറയുന്നത്, എനിക്ക് എന്ത് ചെയ്യണം? അവനോട് ദയ കാണിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും നമ്മളെ തന്നെ ഇന്ന് രാത്രി വിലയിരുത്തിയാല് നാം ഇന്ന് ദൈവമക്കളായിരിക്കാനുള്ള ഒറ്റ കാരണം ദൈവം നമ്മോട് ദയ കാണിച്ചു എന്നുള്ളത് മാത്രമാണ്. നാം റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, നാമോ ശത്രുക്കളായിരിക്കുമ്പോൾ ദൈവം നമ്മോട് തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. നാം ദൈവം മുമ്പാകെ നീതിമാന്മാരല്ലായിരുന്നു. നാം ദൈവം മുമ്പാകെ യാതൊരു ദയയ്ക്കും യാതൊരു നന്മയ്ക്കും ദൈവം നമ്മളോട് കൺസിഡർ ചെയ്യേണ്ട യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഈ മെബീബോശേത്തിനെ പോലെ മരണശിക്ഷയ്ക്ക് മാത്രം വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ അതിനു മാത്രം യോഗ്യരായിരുന്നു. സത്യത്തില് ഈ മെബീബോശേത്തും കൊല്ലപ്പെടേണ്ടിയവനായിരുന്നു. കാരണം അവന്റെ പിതാക്കന്മാരുടെ പാപം, പിതാക്കന്മാരുടെ പ്രവൃത്തി അത്രമാത്രം ഹീനമായിരുന്നു. എല്ലാവരും ആ കുടുംബത്തിൽ നശിച്ചുപോയി. ഇവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവനും ആ കൂടെ നശിച്ചു പോകേണ്ടിയവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നുള്ള ദൈവത്തിന്റെ പ്രമാണത്തിന് നാം ഒക്കെയും ആ പ്രമാണത്തിന്, അല്ലെങ്കിൽ ആ ശിക്ഷാവിധിക്ക് നമ്മളും പ്രാപിക്കേണ്ടിയവരായിരുന്നു. അതിൽ ഒഴിഞ്ഞു പോകുവാൻ യാതൊരു യോഗ്യതയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മളാരും പാപം ചെയ്തത് കൊണ്ട് മാത്രമല്ല, പാപപ്രകൃതി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ജന്മനാ നമ്മളിൽ ആ പാപം കടന്നുകൂടുവാനായി ഇടയായി തീർന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഒരു നന്മയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ദയ നമ്മുടെ ജീവിതത്തിൽ ഉദിപ്പാനായി ഇടയായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ദയ നമ്മുടെ ജീവിതത്തിൽ ഉദിച്ചത് കൊണ്ട് നാം ഓരോരുത്തരും ദൈവമക്കളായി തീരുവാൻ കൃപ ചെയ്തു. ഹല്ലേലൂയ. അതുപോലെ മാത്രമാണ് മെബീബോശേത്തിന് ദൈവത്തിന്റെ ദയ കടന്നു വരാൻ ഇടയായി തീർന്നു. ദാവീദിന്റെ ദയയല്ല അവനെ കാണിക്കുന്നത്, ദാവീദ് ദൈവത്തിന്റെ ദയ അവന്റെ ജീവിതത്തിൽ കാണിപ്പാൻ ഇടയായി തീർന്നു. നമ്മൾ അതിന്റെ 2 ശമൂവേൽ 9-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 6 മുതൽ, ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെബീബോശേത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച്, ദാവീദ് മെബീബോശേത്തെ എന്ന് വിളിച്ചു, അടിയനെന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച്
നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചുകൊണ്ട്, ചത്ത നായെ പോലെ ഇരിക്കുന്ന ഈ അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിന്റെ ഭൃത്യനായ സീബായെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത്, ശൗലിനും അവന്റെ സകല ഗോത്രത്തിനുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാന്റെ മകന് മടക്കി കൊടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ദാവീദ് അവനോട് ദയ കാണിച്ചതിന്റെ ആ ആഴം എത്ര വലുതാണെന്നുള്ളത്. ദാവീദിന് വേണമെങ്കിൽ, എടാ മെഫീബോശേത്തേ, നീ ഒരിക്കലും മറന്നു പോകരുത്, നിന്റെ അപ്പനും നിന്റെ സഹോദരന്മാരും ഒക്കെ എന്നോട് കാണിച്ചത്, ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്നെ കൊല്ലുന്നില്ല എന്ന് മാത്രം പറയാമായിരുന്നു. അത് തന്നെ വലിയ ദയ. അവൻ കൊല്ലപ്പെടേണ്ടിയവനാ, എന്നാൽ നിന്നെ ഞാൻ കൊല്ലുന്നില്ല എന്ന് മാത്രം പറഞ്ഞാല് അത് തന്നെ മെഫീബോശേത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. എന്നാൽ ദാവീദ് അതല്ല പറയുന്നത്. മെഫീബോശേത്തിനോട് പറയുകയാണ്, ഇന്നു മുതൽ നീ എന്റെ മേശയിങ്കൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഹല്ലേലൂയ. അവനെ മാറ്റി മറ്റൊരു വീട്ടിൽ താമസിക്കുക പോലുമല്ല ചെയ്യുന്നത്. ദാവീദ് രാജാവ് കഴിക്കുന്ന മേശയിൽ നിന്ന് ആ ദാവീദ് രാജാവിന്റെ മേശയെ വിളമ്പുന്ന അതേ ആഹാരത്തിന് ഈ മെഫീബോശേത്തിനെയും രാജാവ് യോഗ്യനാക്കി തീർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല ദൈവമക്കളെ, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ മെഫീബോശേത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവനെ കുറിച്ച് തന്നെ പറയുകയാണ്, ചത്ത നായെ പോലെയുള്ള ഞാന്. അപ്പൊ അവന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, അവൻ വീണ് മുടന്തനായി പോയി. അവന് നടക്കാനായിട്ട് കഴിയത്തില്ല. അവൻ ഏഞ്ഞും വലിഞ്ഞും വേണം നടക്കാനായിട്ട്. ഒരു നാ നടക്കുന്നത് പോലെ കൈ കുത്തി വേണം നടക്കാനായിട്ട്. നമ്മളൊക്കെ കാലുകൊണ്ട് സാധാരണ നടക്കും. എന്നാൽ ഈ വ്യക്തിയുടെ കാല് രണ്ടും മുടന്തനായി പോയി. അവനിപ്പം നടക്കുന്നത് ഒരു നായി നടക്കുന്നത് പോലെ നാല് കാലുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് രാജാവിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് രാജാവിന്റെ മേശയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. രാജാവിന്റെ മേശയില് രാജാവിന്റെ മറ്റു രാജാക്കന്മാരൊക്കെ രാജാവിന് വിരുന്നുകാരായി വരുമ്പോൾ ഇതുപോലെ കണ്ടാൽ യോഗ്യതയില്ലാത്ത, കണ്ടാല് വികൃതരൂപിയായിരിക്കുന്ന ഒരു വ്യക്തി രാജാവിന്റെ മേശയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് രാജാവിന് അപമാനമാണ്. നമ്മുടെയൊക്കെ സമൂഹത്തിൽ തന്നെ എത്രയോ കുഞ്ഞുങ്ങള് വിദ്യാഭ്യാസം കുറഞ്ഞു പോയതിന്റെ ഫലമായിട്ട് മറ്റ് സഹോദരന്മാരാൽ പരിഹസിക്കപ്പെടുന്നു. മാതാവും പിതാവും അവരെ ചെറുതാക്കി കളയുന്നു. പല ഫംഗ്ഷനും അവരെ ഒഴിവാക്കുന്നൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. ഇവിടെ ഇസ്രായേലിന്റെ രാജാവ് ദാവീദ്, ആ രാജാവിന്റെ ഭക്ഷണ മേശ എന്നുള്ളത് രാജാവിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടതാ. അതിന് ചില പ്രോട്ടോകോൾ ഉണ്ട്, അവിടെ കഴിക്കാൻ വരേണ്ടിയവരുടെ നിലവാരങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും നോക്കാതെ ഹല്ലേലൂയ ദാവീദ് ഈ മെഫീബോശേത്തിനോട് ദയ കാണിച്ചപ്പോ എല്ലാ പ്രോട്ടോകോളും രാജാവ് ക്യാൻസൽ ചെയ്തു. ഹല്ലേലൂയ. അവന് തന്റെ കൂടെ ഇരിപ്പാൻ, ഹല്ലേലൂയ, രാജാവ് അവനെ മാനിപ്പാൻ, ഉയർത്താനായി ഇടയായി തീർന്നു. അതുമാത്രമല്ല, രാജാവിന്റെ അതേ ഭക്ഷണം, രാജാവ് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു ക്വാളിറ്റിയും ഒരു ക്വാണ്ടിറ്റിയും കുറയ്ക്കാതെ സെയിം ആഹാരം അതേ അളവിൽ അതേ സെയിം വൈൻ തന്നെ ഈ മെഫീബോശേത്തിനും കുടിക്കുവാൻ രാജാവ് പെർമിഷൻ കൊടുക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇതാ ദൈവത്തിന്റെ ദയ. ഹല്ലേലൂയ. നമ്മളൊക്കെ ആ ദൈവത്തിന്റെ ദയ ലഭിച്ചത് കൊണ്ടാ ഇന്ന് പകൽക്കാലം അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് ആ സ്വർഗീയ പുത്രത്വത്തിന്റെ അവകാശികളായി തീരുവാൻ ഇടയായി തീർന്നത്. ആ ദൈവത്തിന്റെ ദയ ലഭിച്ചത് കൊണ്ട് കൃപാസനത്തോടടുത്തു വരുവാൻ, ഹല്ലേലൂയ, പഴയ നിയമ ഇസ്രായേലിന് പ്രാകാരങ്ങളിൽ മാത്രം കടന്നു വരുവാൻ കഴിഞ്ഞിരുന്നുള്ളെങ്കിൽ, മഹാപുരോഹിതന് മാത്രം ആണ്ടിൽ ഒരിക്കൽ മാത്രം ആ ദൈവത്തിന്റെ ആ ഷെക്കേന ഗ്ലോറി ഇറങ്ങി വസിച്ച ആ കൃപാസനത്തോടടുത്തു വരുവാൻ കഴിഞ്ഞിരുന്നുള്ളെങ്കിൽ ഇന്ന് ദൈവം പാപികളും ദോഷികളും ദൈവത്തിന്റെ ശത്രുക്കളുമായിരുന്ന നമുക്ക് ഓരോരുത്തർക്കും
കരുണ ലഭിക്കാനായിട്ട് തക്ക സമയത്ത് ദൈവത്തിന്റെ കൃപാസനത്തോടടുത്തു വരുവാൻ ആ സ്വർഗീയ പിതാവിനെ യജമാനൻ നല്ല ഹല്ലേലൂയ നമുക്ക് വേണമെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ നമ്മുടെ ദാസന്മാരാക്കി നിർത്താമായിരുന്നു. നാം ദാസന്മാരായിരുന്നു എങ്കിൽ ദൈവത്തെ നമുക്ക് യജമാനനെ എന്ന് മാത്രമേ വിളിക്കാൻ കഴിയത്തുള്ളായിരുന്നു. എന്നാൽ നമുക്കിന്ന് ദൈവത്തെ യജമാനൻ നല്ല വിളിപ്പാൻ കഴിയുന്നത് അപ്പ ഡാഡി എന്ന് വിളിക്കാൻ കഴിയത്തക്ക നിലയിൽ മക്കളെന്ന പദവിയിലേക്ക് നമ്മളെ ഉയർത്തിയത് ദൈവത്തിന്റെ ദയയാണ്. ഹല്ലേലൂയ. മെഫീബോശേത്തിനെ പോലെ നമുക്കും പറയാൻ ഇത്രയേ ഉള്ളൂ, ചത്തനായെ പോലെയുള്ള എന്നെ കണക്കാക്കാൻ ഞാൻ എന്ത് യോഗ്യത. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല ദൈവമക്കളെ. നമ്മുടെ യാതൊരു കഴിവല്ല, നമ്മുടെ കുടുംബ യോഗ്യതയല്ല, നമ്മുടെ യോഗ്യത മരണശിക്ഷ മാത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ ദയ, ദൈവം നമ്മളെ മക്കളാക്കി തീർത്തു. ദൈവത്തിന്റെ മേശയിൽ ഭക്ഷിപ്പാനായിട്ടും ദൈവത്തോട് കൂട്ടായ്മ ആചരിപ്പാനും ദൈവം നമ്മളെ പ്രാപ്തരാക്കി തീർത്തു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും അത്രേ. ഹല്ലേലൂയ. നമ്മൾക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നത്, നമ്മൾ ഫെലോഷിപ്പ് ആചരിക്കുന്നത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടിയല്ല, എന്നാൽ സർവ്വ ലോകത്തെ സൃഷ്ടിച്ചവനായ സർവ്വത്തിന്റെ ഉടയവനായ ഹല്ലേലൂയ മഹാ ദൈവത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതോർത്താൽ ഹല്ലേലൂയ. ദൈവം നമ്മളെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നാൽ നാം ദൈവത്തോട് എത്ര നന്ദിയുള്ളവരായിരിക്കണം നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അവിടെ തീരുകയില്ല. ദൈവം ഈ മെഫീബോശേത്തിനോട് പറയുകയാണ്, നിന്റെ അപ്പനായ നിന്റെ വല്യപ്പനായ ശൗലിനുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ ഞാൻ നിനക്ക് നൽകിത്തരുന്നു. ഹല്ലേലൂയ. ഇവിടെ മെഫീബോശേത്തിന്റെ ധാത്രി ഇവനെ കൊല്ലപ്പെടാതിരിക്കാൻ എടുത്തുകൊണ്ട് ഓടിപ്പോയ സമയത്ത് അവൻ ആ കുടുംബവും തന്നെ അവന്റെ സകല സ്വത്തുകളും അവന് നഷ്ടമായി പോയി. അവന് ന്യായമായി ലഭിക്കേണ്ട പിതാവിന്റെ അവകാശങ്ങൾക്കൊന്നും അവൻ ഇന്ന് യോഗ്യനല്ല. അവന് എവിടെയോ പോയി ഒളിവിൽ താമസിക്കുക. എന്നാൽ ദാവീദ് രാജാവ് എന്താ ചെയ്യുന്നത്? അവന്റെ ശൗല് രാജാവിനും ഉണ്ടായിരുന്ന സകല സമ്പത്തും അവന്റെ സകല വസ്തുവകകളും ഈ മെഫീബോശേത്തിന് മടക്കി കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, സീബായെയും അവന്റെ മക്കളെയും അവന്റെ സകല വസ്തുവകകളും ടേക്ക് കെയർ ചെയ്യാനുള്ള അവന് അതിനുവേണ്ടി ശീബായെ അതിന് ഉദ്യോഗസ്ഥനായി കൽപ്പിച്ചാക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ മക്കളായി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ നമുക്ക് ലഭിച്ച മഹാഭാഗ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിന്റെ അവകാശങ്ങൾക്ക് യേശു ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാക്കി ദൈവം നമ്മളെ തീർത്തു. ഹല്ലേലൂയ. ഈ മെഫീബോശേത്തിന് ശൗലിന്റെ അവകാശം മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നാൽ ദൈവമക്കളായി തീർന്നപ്പോൾ യേശു ക്രിസ്തുവിന് ലഭിക്കേണ്ടിയിരുന്ന അവകാശങ്ങൾക്ക്, ദൈവത്തിന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിന് ലഭിക്കേണ്ടിരുന്ന സകല അവകാശങ്ങൾക്കും ഇന്ന് നമ്മളും ദൈവത്തിന്റെ മക്കളായി തീർന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ കൂടെ ദൈവീക അവകാശങ്ങൾക്ക് കൂട്ടവകാശികളായി തീർന്നു. എന്ന് പറഞ്ഞാല് യേശു ക്രിസ്തു പിതാവിനുണ്ടായിരുന്നു മുഴുവൻ ആർക്കുള്ളതായിരുന്നു? യേശു ക്രിസ്തുവിനുള്ളതായിരുന്നു. എന്നാലും അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ മകൻ എന്ന് പറയപ്പെടുവാൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് ഭൂലോകത്തില് കോടാനുകോടി ദൈവമക്കളുണ്ട്. ആ എല്ലാ ദൈവമക്കളും എന്തിനവകാശികളായി തീർന്നു? സ്വർഗീയ നന്മയ്ക്ക്, ദൈവത്തിന്റെ അവകാശങ്ങൾക്ക്, പിതാവായ ദൈവത്തിന്റെ അവകാശങ്ങൾക്ക് കൂട്ടവകാശികളായി തീർന്നു നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരായിരുന്നു ദൈവമക്കളെ? സത്യത്തില് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും നമ്മളെ ജാതികളായി നമ്മളെ കണക്കാക്കിയിരുന്നു. നമ്മളൊരു ജാതീയരായിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലായിരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു. ഭൂമിയില് ദൈവമില്ലാത്തവരായിരുന്നു. യേശു ക്രിസ്തുവിനെ കൂടാത്തവരായിരുന്നു. അപ്പം ഒരു വിധത്തിലും ദൈവത്തോട് അടുക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു.
അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കൾക്ക് കുറെയൊക്കെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു ആ നിലയിൽ. എന്നാല് ഈ മലയാളികളായ നമുക്ക്, ഹല്ലേലൂയ, ഈ ഇന്ത്യക്കാരായ നമുക്ക് ദൈവത്തോട് അടുക്കാനായിട്ട് ഒരു മാർഗവുമില്ലായിരുന്നു. ദൈവത്തെ കൂടാതെ, ന്യായപ്രമാണമില്ലാതെ, ദൈവത്തിന്റെ പ്രവാചകന്മാരാരുമില്ലാതെ, യാഗങ്ങളില്ലാതെ, യാഗപീഠമില്ലാതെ, ഒരു വിധത്തോടും ദൈവത്തോടെടുക്കാൻ യാതൊരു സോഴ്സും നമ്മുടെ ജീവിതത്തിലായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ, ഹല്ലേലൂയ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, മക്കളാക്കി തീർത്തു. അത് മാത്രമല്ല, ദൈവത്തിന്റെ മേശയിൽ ഭക്ഷിപ്പാനുള്ള അവകാശം നമുക്ക് ലഭിച്ചു. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അവകാശം ദൈവം നമുക്ക് നൽകി. മറ്റൊരു പദം നമ്മൾ ഇന്ന് കണ്ടത്, ആ ദൈവത്തിന്റെ അവകാശങ്ങൾക്ക് കൂട്ടവകാശികളാക്കി നമ്മളെ തീർത്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം കൂടെ മെഫീബോശേത്തിനോട് ബന്ധപ്പെട്ട് പറഞ്ഞ് എന്റെ വചനങ്ങളെ ചുരുക്കുവാനായി ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ മെഫീബോശേത്ത് പിന്നീട് ഒരു സന്ദർഭത്തില് ദാവീദന് ആ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടതായ ഒരു സന്ദർഭമുണ്ടായി. എന്ന് പറഞ്ഞാല് തന്റെ മകനായ അബ്ശാലോം തനിക്കെതിരായിട്ട് വരികയും അബ്ശാലോം ഇസ്രായേലിന്റെ രാജ്യത്വം അവന്റെ കയ്യൂക്ക് കൊണ്ട് പിടിച്ചെടുക്കുന്നതായി നാം കാണുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്തും ദാവീദ് ആ കൊട്ടാരത്തിൽ പിടിച്ചു നിൽക്കാതെ ദാവീദ് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. അങ്ങനെ ദാവീദ് ആ കൊട്ടാരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായ സമയത്ത് ശീബ ഈ മെഫീബോശേത്തിന്റെ ദാസനായിരുന്ന, അല്ലെങ്കിൽ മെഫീബോശേത്തിന്റെ വസ്തുവകളെ ടേക്ക് കെയർ ചെയ്യുന്ന ശീബ എന്ന വ്യക്തി ഒത്തിരി ദാവീദിന് കൊടുക്കാനായിട്ട് ഒത്തിരി ആഹാര വസ്തുക്കളും ആഹാര സാധനങ്ങളും ഉണക്കമുന്തിരിങ്ങായും അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ദാവീദിനെ എതിരേറ്റു വരുന്നു. 2 കഴുതകളെ കൊണ്ടൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ദാവീദ് മെഫീബോശേത്തിനോട് ഈ ശീബായോട് ചോദിക്കുന്നുണ്ട്, എന്തിയെ നിന്റെ യജമാനൻ മെഫീബോശേത്ത്? ആ സമയത്ത് ശീബ പറയുന്നുണ്ട്, ഇപ്പൊ അവൻ പറയുകയാണ്, ഈ ദാവീദ് എന്റെ പിതാക്കന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ട് അവൻ ഇതൊക്കെ സംഭവിച്ചു എന്ന്. നോക്കിക്കേ, ഈ ഒരിക്കല് ചത്ത നായയെ പോയുള്ളവനെന്ന് ഏറ്റുപറഞ്ഞ് രാജാവിന്റെ മേശയിൽ ഭക്ഷിപ്പാൻ അവകാശം ലഭിച്ച മെഫീബോശേത്ത് അവൻ പിന്നീട് അഹങ്കരിച്ചതിന്റെ ഫലമായിട്ട് അവൻ പറയുകയാണ്, ഈ ദാവീദിന് ഇന്ന് വന്നിരിക്കുന്ന കഷ്ടതകള് അവൻ എന്റെ പിതാക്കന്മാരോട് ദോഷം പ്രവർത്തിച്ചതുകൊണ്ടാണ്. പ്രിയ ദൈവമക്കളെ, അതിന്റെ ഫലമായിട്ട് അവന് കിട്ടിയ അവകാശങ്ങളൊക്കെ ദാവീദ് ശീബായ്ക്ക് കൽപ്പിച്ചാക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മളൊരു കാര്യം മറന്നു പോകരുത്, ദൈവം നമ്മളെ രക്ഷിച്ചത് നമ്മുടെ യാതൊരു യോഗ്യത കൊണ്ടുമല്ല, നമ്മളൊന്നും പ്രവർത്തിച്ചിട്ടല്ല. തന്റെ കരുണപ്രകാരം മാത്രം നമ്മളെ രക്ഷിച്ചു, ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ തീർത്തു. എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തില് വിശ്വസ്തരായും വിശുദ്ധരായി ജീവിപ്പാൻ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ത്യത്തോളം വിശ്വസ്തരായി നിന്നെങ്കിൽ മാത്രമേ ആ ജീവകിരീടം പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മുടെ യോഗ്യത കൊണ്ടല്ല, പക്ഷേ നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തോട് വിശ്വസ്തരായിരിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ മെഫീബോശേത്ത് പിന്നീട് ദൈവത്തോട് വിശ്വസ്തനല്ലാതെ പോകുന്നത്, രാജാവിനോട് വിശ്വസ്തനല്ലാതെ പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അവന് ലഭിച്ചതായ ആ നന്മ അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നു എങ്കിൽ മാത്രമേ കൂടെ വാഴാനായിട്ട് കഴിയത്തുള്ളൂ. മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടത വരുന്നിരിക്കും, ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ടെന്നിരിക്കും, നാം പ്രതീക്ഷിക്കാത്തതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കും. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് ഏത് സന്ദർഭത്തിലും ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിപ്പാൻ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. ദാവീദിന് തന്റെ ജീവിതത്തിൽ ആ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയതായ സമയത്ത് മെഫീബോശേത്തിന് ദാവീദിനോടുണ്ടതായ ആ ഒരു ഭക്തി നഷ്ടപ്പെട്ട് കളഞ്ഞ് താൻ അഹങ്കരിച്ചു. അതിന്റെ ഫലമായിട്ട് അവന് ലഭിച്ചതായ നന്മ അവൻ നഷ്ടപ്പെട്ടതുപോലെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടരുത്. ദൈവം നൽകിയതൊക്കെ വിശ്വസ്തരായി മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്റെ വചനങ്ങളെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ ദയ
എത്ര വലുതെന്ന് നമ്മൾ ഇന്ന് കാണാനായി ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നാം അർഹിക്കാത്ത ദാനം ദൈവം നമ്മൾ നൽകി. ഹല്ലേലൂയ. ആ ചത്ത നായെന്ന് മെഫിബോശെത്ത് പറഞ്ഞതുപോലെ അതിലും ബെറ്ററായ വേർഡ്സ് ഒന്നും നമുക്കും പറയാനായിട്ടില്ല. രാജാവിന്റെ മേശയിരിക്കാനുള്ള യോഗ്യതകളില്ല. എന്നാൽ രാജാവ് സകല പ്രോട്ടോക്കോളും ക്യാൻസൽ ചെയ്ത് മെഫിബോശെത്തിനെ ഉയർത്തിയതുപോലെ ദൈവം നമ്മളെ ഉയർത്താനായി ഇടയായി തീർന്നു. മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശൗല് വരുത്തിയ അബദ്ധം പറ്റാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശൗല് തന്റെ പക്കൽ നിന്നും ആളുകൾ ഓടിപ്പോയി തന്റെ രാജ്യത്വം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടിട്ട് താൻ ചെയ്യരുതാഞ്ഞതായ യാഗം താൻ കഴിപ്പാനായി ഇടയായി തീർന്നു. ദൈവത്തെക്കാൾ കൂടുതൽ തന്റെ രാജ പദവിയെ താൻ ബഹുമാനിച്ചു, ആദരിച്ചു. അതിന്റെ ഫലമായിട്ട് ആ രാജ്യത്വം അവന്റെ ജീവിതത്തിൽ നഷ്ടമായി. നമ്മുടെ ജീവിതത്തിലും ദൈവത്തെക്കാൾ അധികം ദൈവം നമുക്ക് നൽകിയ നന്മകളെയോ പൊസിഷനെയോ സ്നേഹിപ്പാൻ ഇടവരരുത്. എല്ലാറ്റിലും അധികം ദൈവത്തെ ബഹുമാനിപ്പാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമത്തെ അബദ്ധം ശൗലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അവൻ ദൈവം കൊടുക്കാത്ത നന്മയ്ക്ക് പുറകെ, അല്ലെങ്കിൽ അമാലേക്കിന്റെ നന്മയ്ക്ക് പുറകെ ഓടിയതിന്റെ ഫലമായിട്ട് ദൈവം അവന്റെ രാജ്യത്വം അവന്റെ ജീവിതത്തിൽ നീക്കിക്കളഞ്ഞു. ദൈവത്തെ അനുസരിക്കുന്നതാണ് എല്ലാ യാഗങ്ങളെക്കാളും നല്ലത്. നാം ഒരുപക്ഷെ നന്നായിട്ട് പാടാൻ ശ്രമിക്കും, നാം നന്നായിട്ട് പ്രസംഗിക്കാൻ ശ്രമിക്കും, നാം നന്നായിട്ട് ദശാംശവും സ്വോത്രകാഴ്ചയും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം പ്രസാദിക്കുന്നത് നമ്മുടെ അനുസരണത്തിലാണ്. ദൈവവചനത്തിനു മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തുന്നതിനാണ്. വചനത്തിനു മുമ്പ് വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ വിശ്വസ്തനായിരുന്ന ദാവീദിനെ ദൈവം നിലനിർത്തിയെങ്കിൽ വിശ്വസ്തയോടെ നിലനിൽക്കുന്ന നമ്മളെയും നിലനിർത്തുവാൻ ദൈവം മതിയായവനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അല്പനിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇന്ന് കേട്ട വചനത്തിനു മുമ്പാകെ നമ്മളെ